നമുക്ക് ഓഡിറ്റിങ്ങിലെ 4th മൊഡ്യൂൾ നമുക്ക് എന്താ പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. അതിൽ ആദ്യം കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് പഠിക്കുക. ഷുവർ ക്വസ്റ്റൻ ആണ് കേട്ടോ, 2 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്? Corporate governance is the combination of rules, process or laws by which corporations are operated, managed, regulated or controlled. അതായത് കോർപ്പറേഷൻസ് ഓപ്പറേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെയുള്ള ലോസും അതുപോലെ പ്രോസസ്സും റൂൾസൊക്കെ അടങ്ങുന്ന ഒരു കോമ്പിനേഷനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുക കേട്ടോ. ഇതെല്ലാവരും പഠിച്ചു വയ്ക്കുക കേട്ടോ. 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് കേട്ടത്. ഓക്കെ, അടുത്താണ്. അതിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് കൂടിയാണ്. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് ദ ഫ്രെയിംവർക്ക് ഫോർ കോർപ്പറേറ്റ് ഗവേണൻസ് വിച്ച് എൻഷുവർ ബിസിനസ് കണ്ടക്ട് വിത്ത് ഒബ്ജക്റ്റീവ്സ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഇതിൻ്റെ ഫ്രെയിം വർക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. കോർപ്പറേറ്റ് ഗവേണൻസ് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു, ഒരു കോർപ്പറേഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നതും അതുപോലെ മാനേജ് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോസസ്സും എല്ലാ പ്രക്രിയയും എല്ലാ ലോസും എല്ലാ റൂൾസിൻ്റെയും കോമ്പിനേഷനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് പറയുക. ഇതിൻ്റെ ഫ്രെയിം വർക്ക് ആരെ ക്രിയേറ്റ് ചെയ്യുക? അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോർപ്പറേറ്റ് ഗവേണൻസിൽ പഠിച്ചു വയ്ക്കുക. അതിന് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ചോദിക്കുക. വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്? ഒന്ന്, ചേഞ്ചിങ് ഓണർഷിപ്പ് സ്ട്രക്ചർ, ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഗ്രോയിങ് നമ്പർ ഓഫ് ഫ്രോഡ്സ്, ഇൻഡിഫറൻസ് ഓൺ ദ പാർട്ട് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ഗ്ലോബലൈസേഷൻ, ടേക്ക് ഓവേഴ്സ് ആൻഡ് മെർജേഴ്സ്, സെബി. ഇതൊക്കെ നമുക്ക് അതിന് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാം. ഇനി കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേതെങ്കിലും ഒരു തിയറി എടുത്ത് മാത്രമായിട്ട് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ അത് 5 മാർക്കിനൊക്കെ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ 10 മാർക്കിന് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് തിയറീസ് എന്ന് ചോദിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇതിൽ ആദ്യം ദർ ആർ മെനി തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് കേട്ടോ. കോർപ്പറേറ്റ് ഗവേണൻസിൽ ഒരുപാട് തിയറീസ് ഉണ്ട്. അതിലൊന്നാമത്താണ് ഏജൻസി തിയറി. ഏജൻസി തിയറി ഡിഫൈൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. കണ്ടോ, അതായത് ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിലെ പ്രിൻസിപ്പളും ഏജൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുന്ന ഒരു തിയറിയാണ് ഏജൻസി തിയറി. അപ്പോൾ പ്രിൻസിപ്പൾ ആൻഡ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഷെയർ ഹോൾഡേഴ്സ് ഓഫ് കമ്പനിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു തിയറിയാണ് ഏജൻസി തിയറി. അപ്പോൾ ഒരു കമ്പനിയുടെ ഡയറക്ടറും കമ്പനിയുടെ ഷെയർ ഹോൾഡറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഏജൻറ്റാണ്. ഇനി കമ്പനിയുടെ ഓണർ ആരാ? പ്രിൻസിപ്പളാണ് അല്ലേ. അപ്പോൾ അങ്ങനെ പ്രിൻസിപ്പൾ ഏജൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഏജൻസി തിയറിയിൽ പറയുക. അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ പ്രിൻസിപ്പൾസ് ഓഫ് ദ കമ്പനി ഹയർ ദ ഏജൻറ്റ് ടു പെർഫോം വർക്ക്. ഈ തിയറി അനുസരിച്ച് പ്രിൻസിപ്പളായിരിക്കും ഒരു കമ്പനിയിലോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദ ഷെയർ ഹോൾഡേഴ്സ് എക്സെപ്റ്റ് ഏജൻറ്റ് ടു ആക്ട് ആൻഡ് മേക്ക് ഡിസിഷൻസ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ. റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്സ് ക്യാൻ ബി യൂസ് ടു കറക്റ്റ് ദ പ്രയോറിറ്റീസ് ഓഫ് ഏജൻറ്റ്. അതായത് ഈ ഏജൻസി തിയറിയിൽ ഡിസിഷൻസ്, അതായത് ഇവിടെ നമ്മുടെ ഏജൻറ്റിന് എന്ത് ചെയ്യാം? പ്രിൻസിപ്പളിന് ഫേവർ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസിഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് കറക്റ്റായിട്ട് അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കാം. അതായത് ഏജൻറ്റും പ്രിൻസിപ്പളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുന്ന ഒരു തിയറി. അത്രയേ ഉള്ളൂ ഏജൻസി തിയറി കേട്ടോ. പഠിച്ചു വയ്ക്കുക, എക്സാമിന് ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ചോദിക്കാം. അടുത്ത സ്റ്റുവാർഡ്ഷിപ്പ് തിയറി. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട് എക്സാമിന് കേട്ടോ. സ്റ്റുവാർഡ്ഷിപ്പ് തിയറി. ദ സ്റ്റുവാർഡ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് എ സ്റ്റുവാർഡ് പ്രൊട്ടക്ട്സ് ആൻഡ് മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽ ത്രൂ ഫേം പെർഫോമൻസ്. അതായത് ഫേമിൻ്റെ പെർഫോമൻസിലൂടെ ഒരു ഷെയർ ഹോൾഡറിന് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം വെൽത്ത് ഏൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റുവാർഡ്സ് ആർ കമ്പനി എക്സിക്യൂട്ടീവ്സ് ആൻഡ് മാനേജേഴ്സ് വർക്കിംഗ് ഫോർ ദ ഷെയർ ഹോൾഡർ. സ്റ്റുവാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്ലൈറ്റ് സ്റ്റുവാർഡ് എന്ന് കേട്ടിട്ടില്ലേ? ഫ്ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾ, നമ്മൾ എയർ ഹോസ്റ്റസിൻ്റെയൊക്കെ മെയിൽ വേർഷനാണ് സ്റ്റുവാർഡ്, ഫ്ലൈറ്റ് സ്റ്റുവാർഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു കമ്പനിയിലെ സ്റ്റുവാർഡ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? കമ്പനിയിലെ എക്സിക്യൂട്ടീവ്സിനെയോ അല്ലെങ്കിൽ മാനേജേഴ്സിനെയോ ആണ് നമ്മൾ സ്റ്റുവാർഡ് എന്ന് പറയുക. അതായത് ഷെയർ ഹോൾഡറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു മാനേജറിനെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനെ നമുക്ക് സ്റ്റുവാർഡ് എന്ന് പറയാം കേട്ടോ. പ്രൊട്ടക്ട് ആൻഡ് മേക്ക് പ്രോഫിറ്റ് ഫോർ ദ ഷെയർ ഹോൾഡർ. അതായത് ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവാണ് സ്റ്റുവാർഡ് എന്ന് പറഞ്ഞാൽ. The stewards are satisfied and motivated when organizational success is attained. അത് പറയണമെന്നില്ല. അപ്പോൾ സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ എന്താ പറയണമെന്ന് അറിയോ? സ്റ്റുവാർഡ് എന്ത് ചെയ്യുന്നു? ഷെയർ ഹോൾഡറിന് മാക്സിമം വെൽത്ത് ഉണ്ടാക്കി കൊടുക്കുന്നു. എങ്ങനെയാണ്? അവർക്ക് ഈ മാനേജേഴ്സ് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്സ് പോലെയുള്ള ആളുകൾ ഷെയർ ഹോൾഡേഴ്സിനെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന തിയറിയാണ് സ്റ്റുവാർഡ്ഷിപ്പ് തിയറി. At the resource dependency theory, the resource dependency theory focuses on the role of board of directors in providing access to resources needed by the firm. It states that directors play an important role in providing or securing essential resources to an organization. അതായത് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അവരുടെ റോളാണ് ശരിക്കും ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു കമ്പനിക്ക് വേണ്ട റിസോഴ്സുകളൊക്കെ എന്ത് ചെയ്യുക, ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ട റിസോഴ്സുകൾ എത്രത്തോളമാണോ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആളുകളായിരിക്കും കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ഈ മോഡൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് സെക്ഷൻ ബിയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസ് ഹാവ് ഡിഫറെൻറ്റ് റെഗുലേഷൻസ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതായത് പല രാജ്യങ്ങളിലും പല കോർപ്പറേറ്റ് ഗവേണൻസ് മോഡൽസ് ആണ്. അവരുടെ ഡിഫറൻസിനനുസരിച്ച് അത് മാറിയിരിക്കും. അതിൽ ഒന്നാമത്തെ മോഡൽസ് ആണ് ആംഗ്ലോ അമേരിക്കൻ മോഡൽ. ആംഗ്ലോ അമേരിക്കൻ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? The shareholder rights are recognized and given importance. They have to right to elect all the members of the board of and board direct management of the company. അതായത് മെമ്പേഴ്സ് ഉണ്ടല്ലോ, മെമ്പേഴ്സിൽ നിന്ന് നമ്മളൊരു ബോർഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. നമ്മൾ ഇതൊക്കെ വെച്ച് ഇലക്ഷൻ വെച്ചിട്ട് നമ്മൾ എലക്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ അവർക്കാണ് എന്തിനുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കുക, കമ്പനിയുടെ ബോർഡ് ഓഫ് കാര്യങ്ങളിലൊക്കെ തീരുമാനിക്കാനുള്ള റൈറ്റ്സ് അവർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ആംഗ്ലോ അമേരിക്കൻ മോഡൽസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഷെയർ ഹോൾഡർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോഡലാണ്. ഷെയർ ഹോൾഡറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു ആംഗ്ലോ അമേരിക്കൻ മോഡൽ. ഡയറക്ടേഴ്സ് ആർ റെയർലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൽ റെയറായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയ ആളുകളായിരിക്കും ഡയറക്ടേഴ്സ്. ദർ ഇസ് ക്ലിയർ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഇവിടെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് ബാങ്ക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് ആർ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ബാങ്കും മ്യൂച്വൽ ഫണ്ട് എല്ലാം പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നോംസും കോംപ്രഹെൻസീവ് റൂൾസൊക്കെ അവർ ഡിസ്ക്ലോസ് ചെയ്യും. ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പഠിക്കുക. അടുത്താണ് ജർമ്മൻ മോഡൽ. ജർമ്മൻ മോഡൽ നമ്മൾ യൂറോപ്യൻ മോഡൽ എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് വർക്കേഴ്സ് ആർ വൺ ഓഫ് ദ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ കമ്പനി. ഇവിടെ ഈ ഒരു മോഡൽ അനുസരിച്ച് നമ്മുടെ വർക്കേഴ്സ് ഉണ്ടല്ലോ, വർക്കേഴ്സിനെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനെ നമുക്ക് 2 ടയർ ബോർഡ് മോഡൽ എന്ന് പറയാറുണ്ട്. കാരണം ഇതിനകത്ത് 2 ബോർഡ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ 2 ടയർ ബോർഡ് മോഡൽ എന്ന് പറയുന്നത്. ഏതൊക്കെ 2 ബോർഡ്? സൂപ്പർവൈസറി ബോർഡ് ഉണ്ട്, ബോർഡ് ഓഫ് മാനേജ്മെൻറ്റും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ 2 ടയർ ബോർഡ് മോഡൽ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്താണ് ജപ്പാനീസ് മോഡൽ. ജപ്പാനീസ് കമ്പനീസ് ആർ റേസ് സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ ത്രൂ ബാങ്കിങ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ജപ്പാനീസ് കമ്പനീസുകളെല്ലാം ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ബാങ്ക് വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയായിരിക്കും ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. സിൻസ് ദ ബാങ്ക്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേക്സ് ആർ വെരി ഹൈ ഇൻ ബിസിനസ്, ദേ ഓൾസോ വർക്ക് ക്ലോസ്ലി വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. അതുകൊണ്ട് തന്നെ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ കമ്പനിയുമായിട്ട് നേരിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആളുകളായിരിക്കും. ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് മെയിൻ ബാങ്ക്സ് ടുഗെദർ അപ്പോയിൻറ്റ് ബോർഡ് ഓഫ് ഷെയർ ഹോൾഡറും ബാങ്കും കൂടിയിട്ടായിരിക്കും ഒരുമിച്ച് കൂടിയായിട്ടായിരിക്കും ഈ ഒരു ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും അതുപോലെ പ്രസിഡൻറ്റിനെയും നിയമിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്താണ് സോഷ്യൽ കൺട്രോൾ മോഡൽ. സോഷ്യൽ കൺട്രോൾ മോഡൽ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആർഗ്യൂസ് ഫോർ ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റെപ്രസെൻറ്റേഷൻ ഇൻ ദ ബോർഡ്. ഈ ഒരു മോഡൽ അനുസരിച്ച് എപ്പോഴും നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ബോർഡിൽ ഉണ്ടാവുമെന്നാണ് പറയുക. ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബോർഡ് കൺസിസ്റ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഫ്രം ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, മേജർ കൺസ്യൂമേഴ്സ്, അതായത് ഇവിടെ ഞാൻ പറഞ്ഞു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എപ്പോഴും ഉണ്ടാവും. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരെ റെപ്രസെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്? ഷെയർ ഹോൾഡറിനെയും എംപ്ലോയീസിനെയും മേജർ കൺസ്യൂമറിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് ആര്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് കേട്ടോ. അടുത്താണ് ഇന്ത്യൻ മോഡൽ. ഇൻ ഇന്ത്യ ദർ ആർ മെയിൻലി 3 ടൈപ്സ് ഓഫ് കമ്പനി. ഇന്ത്യയിൽ 3 തരത്തിലുള്ള കമ്പനികളുണ്ട്: പ്രൈവറ്റ് കമ്പനി, public companies and public sector undertaking. Each of these companies has distinct kind of shareholding pattern. ഇത് ഓരോ കമ്പനികളിലും ഷെയർ ഹോൾഡർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ദസ് കോർപ്പറേറ്റ് ഗവേണൻസ് മോഡൽ ഇൻ ഇന്ത്യ ഈസ് എ മിക്സ് ഓഫ് ആംഗ്ലോ അമേരിക്കൻ ആൻഡ് ജർമ്മൻ മോഡൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ മോഡൽ എന്ന് പറഞ്ഞാൽ മുകളിൽ പറയുന്ന ആംഗ്ലോ അമേരിക്കനും ജർമ്മൻ മോഡലിൻ്റെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്താണ് ബോർഡ് കമ്മിറ്റി. ബോർഡ് കമ്മിറ്റിയിൽ ഒന്നാമതാണ് ഓഡിറ്റ് കമ്മിറ്റി. ദ പ്രൈമറി ടാസ്ക് ഓഫ് ദ ഓഡിറ്റ് കമ്മിറ്റി ഈസ് ടു ഓവർസീ ദ റിലേഷൻഷിപ്പ് വിത്ത് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ടു എൻഷുവർ ദ ക്വാളിറ്റി ഓഫ് ദ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന എക്സ്റ്റേണൽ ഓഡിറ്ററാണ് ഈ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ഒരു കമ്പനിയിലെ ഉള്ളിലുള്ള ഓഡിറ്റർ ആണെങ്കിൽ അത് കമ്പനിക്ക് ഫേവറായിട്ട് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ കമ്പനി ചെയ്ത വർക്കുകളുടെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓഡിറ്ററാണ് അല്ലേ. അതിനെയാണ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുക. ഓഡിറ്റ് കമ്മിറ്റീസ് റോൾസ് ഇൻക്ലൂഡ്സ് മേക്കിംഗ് റെക്കമെൻഡേഷൻസ് ഓൺ ദ അപ്പോയിൻമെൻറ്റ് ആൻഡ് റീ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ എക്സ്റ്റേണൽ ഓഡിറ്റർ. അപ്പോൾ എക്സ്റ്റേണൽ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും റീ അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതിന് അവരുടെ റെമ്യൂണറേഷൻ എത്രയാണ്, അവർ ചെയ്യേണ്ട വർക്ക് എന്താണ്, ഇതെല്ലാം ഓഡിറ്റ് കമ്മിറ്റിയിലുണ്ട്. അടുത്താണ് റെമ്യൂണറേഷൻ കമ്മിറ്റി.
It decides pay arrangement. The design of remuneration policy should be linked to the achievement of the company's long-term success. അതായത് റെമ്യൂണറേഷൻ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു കമ്മിറ്റിയാണ് റെമ്യൂണറേഷൻ കമ്മിറ്റി. അടുത്ത നോമിനേഷൻ കമ്മിറ്റിയാണ്. ദ നോമിനേഷൻ കമ്മിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബോർഡ് അപ്പോയിൻമെൻറ്റ് പ്രോസസ് കൺസിഡറിങ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കമ്പനി. അത് കമ്പനിയിൽ എത്രത്തോളം വേക്കൻസി ഉണ്ട്, ആ വേക്കൻസിയിലോട്ട് എത്ര തൊഴിലാളികൾ വേണം എന്നുള്ള എല്ലാ കാര്യങ്ങളിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് നോമിനേഷൻ കമ്മിറ്റി കേട്ടോ. അടുത്താണ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് എപ്പോഴും 2 മാർക്സിന് ചോദിക്കാറുണ്ട്. 2 മാർക്സിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇൻസൈഡർ ട്രേഡിംഗ് കേട്ടോ. ഇൻസൈഡർ ട്രേഡിംഗ് പഠിക്കാതെ പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്, ഇൻസൈഡർ ട്രേഡിംഗ് റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് പർച്ചേസിംഗ് ഓർ സെല്ലിംഗ് എ പബ്ലിക്കലി ട്രേഡഡ് കമ്പനി സെക്യൂരിറ്റീസ് വൈൽ ഇൻ പൊസഷൻ ഓഫ് മെറ്റീരിയൽ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് നോട്ട് യെറ്റ് പബ്ലിക് ഇൻഫർമേഷൻ. അതായത് പബ്ലിക്കലി ട്രേഡഡ് ആയിട്ടുള്ള കമ്പനികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രാക്ടീസിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുക കേട്ടോ. നന്നായി പഠിച്ചിട്ട് പോവുക, 2 മാർക്കിന് എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് ഒരു കമ്പനി പബ്ലിക്കലി ട്രേഡഡ് ചെയ്യുന്ന കമ്പനികളെ പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്ന പ്രാക്ടീസിനെയാണ് നമ്മൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുക. Material information refers to any and all information that may result in substantial impact on the decisions of an investor regarding whether to buy or sell the security. ഇതൊരു സെക്യൂരിറ്റി വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ എല്ലാ ഇൻഫർമേഷനും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, മെറ്റീരിയൽ ഇൻഫർമേഷൻ നോക്കിയതിന് ശേഷമാണ് അല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഇൻസൈഡ് ട്രേഡിംഗിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇൻസൈഡ് ട്രേഡിംഗ് നന്നായിട്ട് പഠിച്ചിട്ട് പോകാം. അടുത്ത CGR, എക്സാമിന് CGR എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് CGR? CGR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിങ്ങിനെയാണ് CGR എന്ന് പറയുക. ഇറ്റ് ഈസ് എൻ ഒപ്പീനിയൻ ഓൺ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് അഡോപ്ഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസ്. അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസിൻ്റെ അഡോപ്ഷനോട് കൂടിയിട്ട് നമ്മളൊരു കമ്പനിയുടെ ഒക്കെ പൊസിഷൻ നമ്മൾ റിലേറ്റ് ചെയ്യില്ലേ. ഇപ്പോൾ നമ്മൾ റേറ്റിംഗ് കൊടുക്കില്ലേ, നമ്മൾ ചില സാധനങ്ങൾക്കൊക്കെ റേറ്റിംഗ് കൊടുക്കില്ലേ, 5 സ്റ്റാർ 4 സ്റ്റാർ, അതേപോലെ തന്നെ കൊടുക്കുന്നതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് അബൌട്ട് ദ ലെവൽ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ് പ്രിവൈലിംഗ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു റേറ്റിംഗ് നമ്മളൊന്ന് പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ആണ് ഗ്രീൻ ഗവേണൻസ്. ഗ്രീൻ ഗവേണൻസ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഗ്രീൻ ഗവേണൻസ്. എന്താണ് ഗ്രീൻ ഗവേണൻസ്? The basic idea is substantially without much pressure on the environment. Green governance is a systematic life cycle approach for ensuring the sustainability of the business. It necessitates the continuous improvement in strategy, risk management, compliance management, idea management, portfolio management, project management, performance management, stakeholders കേട്ടോ. അതായത് ഒരു കമ്പനിയുടെ എൻവയോൺമെൻറ്റിലെ സസ്റ്റൈനബിലിറ്റി അതായത് പ്രഷർ ഇല്ലാത്ത സസ്റ്റൈനബിലിറ്റിയുടെ ഐഡിയാസിനെയാണ് നമ്മൾ ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുക. ഇതൊരു സിസ്റ്റമാറ്റിക് ലൈഫ് സൈക്കിൾ അപ്രോച്ചാണ് കേട്ടോ. പഠിച്ചു വയ്ക്കുക, ചിലപ്പോൾ ആ ലൈനൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ലൈഫ് സൈക്കിൾ അപ്രോച്ച് ഫോർ എൻഷുവറിങ് ദ സസ്റ്റൈനബിലിറ്റി. ഒരു ബിസിനസ്സിൻ്റെ ഒരു സുസ്ഥിരത ഉണ്ടല്ലോ, സ്ഥിരത, സസ്റ്റൈനബിലിറ്റി, അത് എൻഷുവർ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് സൈക്കിളാണ് ഗ്രീൻ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? റിസ്ക് മാനേജ്മെൻറ്റ്, ഒരു ബിസിനസ്സിൻ്റെ റിസ്ക് മാനേജ് ചെയ്യുക, ഐഡിയ മാനേജ് ചെയ്യുക, പോർട്ട്ഫോളിയോ മാനേജ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഗ്രീൻ ഗവേണൻസ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിക്കുകയാണെങ്കിൽ 1 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം. 2 നോൺ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സ്. നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത് റിന്യൂ ചെയ്യാൻ പറ്റാത്ത നാച്ചുറൽ റിസോഴ്സിൻ്റെ കൺസേർവ്. അതുപോലെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ കംപ്ലൈൻസിൻ്റെ കമ്പനീസിന് പെർമിറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ അത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കും, സെപ്പറേറ്റ് ബോർഡ് കമ്മിറ്റി ഉണ്ടായിരിക്കും, കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് ഉണ്ടായിരിക്കും, ഡിസ്ക്ലോഷർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഗ്രീൻ ഗവേണൻസിൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമ്മുടെ ക്ലോസ് 49 ഓഫ് ലിസ്റ്റിംഗ് എഗ്രിമെൻ്റ് ആണ്. 49 ചിലപ്പോൾ ചോദിക്കാം. ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ഡീൽസ് വിത്ത് ദ കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് ഫോർ കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിന് കൊടുക്കേണ്ട കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് അടങ്ങുന്ന ഒരു ക്ലോസ് ആണ് 49 പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്രത്തോളം വേണമെന്നുള്ളത്, അതുപോലെ ഓഡിറ്റ് കമ്മിറ്റിയെക്കുറിച്ച്, സബ്സിഡിയറി കമ്പനി, ഡിസ്ക്ലോസർ, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്, റിപ്പോർട്ട് ഇതെല്ലാം വരുന്നുണ്ട്. അടുത്താണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഷുവർ ക്വസ്റ്റൻ ആണ് കേട്ടോ. നന്നായി പഠിച്ചിട്ട് പോവുക. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം ഇസ് എ വേ ദാറ്റ് ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ ഇൻഫ്ലുവൻസ് എ കോർപ്പറേഷൻസ് ബിഹേവിയർ ബൈ എക്സസൈസിങ് ദെയർ റൈറ്റ്സ് ആൻഡ് പാർഷ്യൽ ഓണേഴ്സ്. അതായത് ഒരു കമ്പനിയുടെ റൈറ്റ്സും പാർഷ്യൽ ഓണേഴ്സിനെയും നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ട് ഒരു കോർപ്പറേഷൻ ബിഹേവിയർ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു വേ ആണ്
ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസൺസ് എന്തുകൊണ്ടാണ് ഷെയർ ഹോൾഡേഴ്സ് എങ്ങനെ ഈ ഒരു കമ്പനീനെ അല്ലെങ്കിൽ കോർപ്പറേഷനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന്, ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് പ്രൊട്ടക്റ്റഡ്, അല്ലേ? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഒരിക്കലും പ്രൊട്ടക്റ്റഡ് അല്ല, അല്ലേ? അതായത് ഇഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആർ ഇഗ്നോർഡ് ബൈ ദ ഡയറക്ടേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്, ദർ അറൈസ് ദ നീഡ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡയറക്ടേഴ്സും മാനേജ്മെൻറ്റും ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അത് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സെൽഫ് ഡീലിംഗ് ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എൻഗേജ് ഇൻ ട്രാൻസാക്ഷൻ ബൈ ദ ടോപ്പ് അതോറിറ്റീസ് ഓർ എക്സിക്യൂട്ടീവ്സ് ഓഫ് ദ കമ്പനി ഫോർ ദെയർ പേഴ്സണൽ ബെനിഫിറ്റ് അതർ ദാൻ കോമൺ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. അതായത് ഒരു കമ്പനിയുടെ കോമൺ ആയിട്ടുള്ള ലക്ഷ്യമുണ്ട്, അല്ലേ? അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ എന്തിനു കൊടുക്കുന്നു? ടോപ്പ് അതോറിറ്റീസിന് മാത്രം എൻഗേജ് ചെയ്യുകയാണെങ്കിൽ അത് സെൽഫ് ഡീലിംഗ് എന്നാണ് പറയുക. അതും ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസത്തിന് വരുന്ന ഒരു പോയിൻ്റാണ്. അടുത്ത, ലാക്ക് ഓഫ് ട്രാൻസ്പാരൻസി. In most of the cases, management is interested to cover their transaction. This may result shareholders activism. അതായത് ഒരു കമ്പനിയിൽ കൂടുതലും എന്തിൽ ഇൻട്രസ്റ്റഡ് ആണ്? ട്രാൻസാക്ഷൻ കവർ ചെയ്യാൻ ഇൻട്രസ്റ്റഡ്. അതായത് എങ്ങനെയെങ്കിലും ട്രാൻസാക്ഷൻസ് ഇടപാടുകൾ നടന്നു പോകണം, അല്ലാതെ ഒരിക്കലും ഷെയർ ഹോൾഡറിനെ കൺസിഡർ ചെയ്യുന്നില്ല. അത് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസമായിട്ട് നമുക്ക് പറയാം. അടുത്താണ് ഫ്രാഗൈൽ മാനേജ്മെൻറ്റ്. പൂർ ഡിസ്പ്ലേ ഓഫ് ബിസിനസ് ഫംഗ്ഷൻ ആർ ഓൾസോ റിസൾട്ട് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. അതായത് പൂർ ആയിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസത്തിൻ്റെ മറ്റൊരു കോസാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പഠിച്ചു വെക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. ഈ ഒരു 4 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും പഠിച്ചു വയ്ക്കുക. ടു ആക്ട് ആസ് മോണിറ്റർ ഓഫ് മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റ് മോണിറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യുന്നു. ഇതെല്ലാം ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചു വയ്ക്കേണ്ടത്. എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ.